ongoing thing. Hi friends, it's me Glenn Francis. WitBlox Robotic Kit ആണ് നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നത്. 100-ൽ കൂടുതൽ പ്രോജക്ട്സ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ WitBloxന്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഈ കിറ്റൊക്കെ ആ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്യാം. ഒരു വർഷത്തെ വാറൻറ്റിയാണ് കമ്പനി നൽകുന്നത്. വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ്. 4 ഡിസ്കൗണ്ട് കൂപ്പണാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. റോബോട്ടിക് കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഡിസ്കൗണ്ട് കൂപ്പൺ നൽകുന്നതാണ്. WitBloxന്റെ തന്നെ ലേണിംഗ് ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ അവരുടെ ആപ്പിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സും ഒക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവരുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ ഡ്രോയിങ് മെഷീൻ ഫ്രീ ആയിട്ട് കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് WitBloxന്റെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഗൈഡ് ബുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു ഗൈഡ് ബുക്കാണിത്. ഇതാണ് നമ്മൾ റോബോട്ടിക് കാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലോക്സ്. ഇതാണ് നമ്മൾ സ്മാർട്ട് ലാബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലോക്സ്. ഇനി നമുക്കിതിനകത്ത് WitBloxന്റെ മേക്കർ ബാഡ്ജും ലഭിക്കുന്നുണ്ട്. ആമസോൺ ബേസിസിൻ്റെ 9 വോൾട്ട് ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഗിയർ മോട്ടറിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന 2 വീൽസും ഉണ്ട്. വ്യത്യസ്തമായ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാത്തരം സെൻസർ മൊഡ്യൂളും ഇതിനകത്തുണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓരോ പ്രൊജക്റ്റിലും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റഡി ലാമ്പ് ഉണ്ടാക്കാം. പവർ മൊഡ്യൂളും ഡാർക്ക് സെൻസറും പവർ ഔട്ട്പുട്ട് മൊഡ്യൂളുമാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അത് നമുക്കിതുപോലെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. വേറെ സോൾഡറിങ്ങോ ഒന്നും നമുക്കിതിൽ ആവശ്യമില്ല. ഡാർക്ക് സെൻസിങ് മൊഡ്യൂൾ വെച്ചിട്ടുള്ളത് കാരണം ലൈറ്റ് ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഈ ലാമ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. നമുക്ക് റോബോട്ടിക് കാർ ബിൽഡ് ചെയ്യാം.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റേസിംഗ് കാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് പവർ മൊഡ്യൂളും 2 മോട്ടോർ ഡ്രൈവറുമാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ റോബോട്ടിക്സ് ഒക്കെ താല്പര്യമുള്ള കിഡ്സിന് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് WitBloxൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഈ റോബോട്ടിക് കിറ്റ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ലാമ്പും റേസിംഗ് കാറും കൂടാതെ കുറേ അധികം പ്രോജക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കിറ്റ്സും എല്ലാം ഇവരുടെ ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്നൊരു കിറ്റാണിത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾഡറിങ്ങും വേറെ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ഈ മൊഡ്യൂൾസ് കണക്ട് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വെറൈറ്റിയുമായിട്ടുള്ള വീഡിയോ ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത വീണ്ടും കാണാം. അത് ഗ്ലെൻ ഫ്രാൻസിസ് സൈനിങ് ഔട്ട്.